ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ സൂമിൽ നമുക്ക് ദൈവവചന കേൾവിക്കായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. സൂമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ആയിരിക്കുന്നതായ പ്രിയപ്പെട്ടവർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നതായ നിമിഷങ്ങൾ, പ്രത്യേകിച്ച് ദൈവവചനത്തിന് മുമ്പിൽ നാം ചെലവഴിക്കുന്നതായ സമയങ്ങൾ ദൈവം അത് നമുക്ക് നന്മയ്ക്കായി തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് നമ്മെയും തലമുറകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. പുറപ്പാട് പുസ്തകമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. പുറപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതാണ്. രക്ഷയുടെ അനുഭവത്തെ സംബന്ധിച്ച് നമ്മുടെ ബേസിക് സാൽവേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ബേസിക് നീഡ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്ന വിലപ്പെട്ട ഒരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് സാൽവേഷന്റെ ബേസിക് ലെസൺസ് കാണുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു തനി പകർപ്പ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകവും സംഖ്യാപുസ്തകവും നമ്മുടെ ഈ ലോക ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് തരുന്ന രണ്ട് പുസ്തകങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. പുറപ്പാട് പുസ്തകത്തിന്റെ 1-2 അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 3-ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് നമുക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനകത്തെ പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പുറപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ കണ്ടൻസ് എന്ന് പറയുന്നത് മോശയ്ക്ക് ഹോരേബിൽ വെച്ച് ലഭിക്കുന്ന യഹോവയുടെ പ്രത്യക്ഷതയാണ്. ദ തിയോഫനി അറ്റ് ഹോരേബ്, അതാണ് 3-ാമത്തെ അധ്യായത്തിലെ വിഷയം. ഒരിക്കലും ഒരു സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ചിരുന്നതായ വേളയിൽ മോശയ്ക്ക് യഹോവയായ ദൈവം പ്രത്യക്ഷനാവുകയാണ്. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു വിഷൻ മോശയ്ക്ക് യഹോവയായ ദൈവം ഹോരേബിൽ വെച്ച് നൽകുവാനായിട്ടിടയായി. 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചിന്തിക്കുവാനുള്ളത്. ഒന്ന്, വിഷൻ ഓഫ് ദ ബേണിംഗ് ബുഷ്, കത്തുന്നതായ മുൾപ്പടർ. രണ്ടാമത്, ദ കമ്മീഷൻ ടു മോശ ഫ്രം ഗോഡ്, ദൈവം മോശയ്ക്ക് നൽകുന്നതായ നിയോഗം. മൂന്നാമത്തത്, മോശയ്ക്ക് ദൈവം നൽകുന്ന 3 അടയാളങ്ങൾ, 3 കൺഫേമിംഗ് സൈൻസ് മോസസ് റിസീവ്ഡ് ഫ്രം ഗോഡ്. ദൈവത്തിങ്കൽ നിന്ന് ലഭിക്കുന്ന 3 അടയാളങ്ങളാണ്. ഈ 3 വിഷയങ്ങളാണ് 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പ്രധാനപ്പെട്ടതായി ചിന്തിപ്പാൻ കഴിയുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ നമുക്ക് പുറകിൽ മിസ്രൈമിലേക്ക് നോക്കിയാൽ ആ മിസ്രൈമിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമായ കഷ്ടത്തിലായിരിക്കുന്നതായ ഒരു വലിയ ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിന്റെ ഒടുവിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ ഊഴിയ വേലക്കാരുടെ ഭാരങ്ങളാലും ജനിപ്പാൻ അനുവാദം നൽകാത്തതായ ഒരു രാജകീയ ഭരണത്തിലും വല്ലാതെ കഷ്ടതയിലും ഞെരുക്കത്തിലും നിലവിളിയിലും കണ്ണുനീരിന്റെ അനുഭവത്തിലുമായിരിക്കുന്ന ദൈവജനമായിരിക്കുന്ന ഇസ്രായേൽ അവരുടെ കഷ്ടതയുടെ നെല്ലിപ്പടിയിൽ അവരെത്തിയിരിക്കുകയാണ്. ആ സമയത്ത് എവിടുന്നാണ് ഞങ്ങൾക്കൊരു മറുപടി തരിക, എവിടുന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി ലഭിക്കുക എന്ന് അവർക്ക് ഒരു ധാരണയും അവർക്കില്ല. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോ
മറുപടി ലഭിക്കാത്തതായ അനുഭവങ്ങൾ ദൈവജനത്തിന്റെ പക്കത്ത് അല്ലെങ്കിൽ സമീപത്തുണ്ടാകുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയ്ക്ക് നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതായ മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തുണ്ടാകാം? നിരാശയുളവാകാം, ഭാരമുളവാകാം, ഒരുപക്ഷെ അവിശ്വാസം കടന്നു വരാം, സംശയങ്ങളൊക്കെ കടന്നു വരാം. എന്നാൽ അവിടെ ഇസ്രായേൽ ജനത്തോടുള്ളതായ ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നാം നിരാശയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതിനു മുമ്പായി ദൈവത്തിന്റെ പ്രവൃത്തി നാം വിചാരിക്കാത്തതായ രീതിയിലും നാം ഒരിക്കലും നിലയ്ക്കാത്തതായ അവസ്ഥയിലും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Every man of God may pass through such seasons, but in the end we will see the work of God in a marvelous way. ഏത് ദൈവവേദന്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായ കഷ്ടങ്ങൾ കടന്നു വരാം. പക്ഷേ ദൈവം അതിന്റെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നതിനു വേണ്ടി തന്റെ നിലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ദൈവജനത്തിന്റെ കഷ്ടത മാറ്റുവാൻ, ദൈവജനത്തിന്റെ ഞെരുക്കം മാറ്റുവാൻ, ദൈവജനത്തിന്റെ ഇടുക്കങ്ങളും കണ്ണുനീരിന്റെ അനുഭവങ്ങളും മാറ്റുവാൻ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഉറപ്പ് ദൈവജനത്തിനുണ്ടായിരിക്കണം. നമ്മെ സംബന്ധിച്ച് അത് വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് കാലഘട്ടത്തിന്റെ ഈ അന്ത്യത്തിലെത്തിയിരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതായ പ്രോഗ്രസ് നമ്മുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യലിയോ സ്പിരിച്വലിയോ അല്ലെങ്കിൽ ഹെൽത്ത് വൈസോ ഒക്കെ ലഭിക്കാതിരിക്കുമ്പോഴും നിരാശയിലേക്ക് പോകുവാൻ, അവിശ്വാസത്തിലേക്കോ പിറുപിറുപ്പിലേക്കോ പോകുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചന പഠനം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പശ്ചാത്തലത്തിൽ വലിയ പ്രവർത്തികളെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഫറവോൻ ക്രൂരത കാണിക്കുമ്പോഴും ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൽ നാം കടന്നു പോകുന്നതായ വിഷയങ്ങളിൽ എന്ത് സംഭവിക്കും? നിരാശകൾ വരുമ്പോൾ യാതൊരു കാരണവശാലും നാം ഭാരപ്പെട്ടു പോകുവാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടത്, we must recognize the need and exercise the patience to receive God and God's answer. ദൈവത്തിന്റെ മറുപടി നമുക്ക് ലഭിക്കേണ്ടതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. എന്താണ്? ഒന്ന്, ആ മറുപടി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിന്റെ ആവശ്യകത, നീഡ് ഓഫ് ദി പ്രയർ അല്ലെങ്കിൽ നീഡ് ഓഫ് ദി ആൻസർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന ആവശ്യമുണ്ട് എന്നുള്ളതായ ആ സ്പെസിഫൈഡ് നീഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, കർത്താവിന്റെ സമയത്ത് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹിഷ്ണുതയോട് അതിന് കാത്തിരിക്കണം. അതുകൊണ്ടാണല്ലോ യാക്കോബ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആ യോബിന്റെ കാര്യം എടുത്തിട്ട് യോബിനെ പോലെ സഹിഷ്ണുതയുള്ളവരായിരിക്കണമെന്ന് യാക്കോബ് പുതിയ നിയമസഭയെ പ്രബോധിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്ന സന്ദർഭം അതാണ്. വേദപുസ്തകം എന്താ പറയുന്നത്? ഇൻ ദ ഡേ ഓഫ് ട്രബിൾ കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ഡെലിവർ യു. പ്രൈസ് ദി ലോർഡ്. അതിനെന്താ പറയുന്നത്? കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും എന്നാണ്. കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇസ്രായേൽ മക്കൾ എന്താ ചെയ്യുന്നത്? ഇസ്രായേൽ മക്കൾ വളരെ ഭാരത്തിലായിരിക്കുകയാണ്, നിലവിളിയായിരിക്കുകയാണ്. പക്ഷേ അവർ ആരോടും കുറ്റം പറയുന്നില്ല, ആരോടും ചെന്ന് പരാതി പറയുന്നില്ല. അവർ ഉയരങ്ങളിലേക്ക് നോക്കി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ആ കർത്താവിനോട് അവർ അപേക്ഷ അർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ മസ്റ്റ് ബി സിൻസിയർ, നോട്ട് ഫോർ പബ്ലിക് ഷോ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കാറുണ്ട്. ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല, പിന്നെയോ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും ദൈവസന്നിധാനത്തിൽ ആവശ്യങ്ങളുടെ മുഖത്ത്
ദൈവിക സന്നിധാനത്തിൽ നാം വളർച്ച പ്രാപിക്കേണ്ടതിനു വേണ്ടി സിൻസിയർ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊരു പൊതു ദർശനത്തിനായി തീരുവാനായിട്ട് പാടില്ല. ഇനി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ഒരു മുൾപ്പറപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മോശ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോരേബ് പർവ്വതത്തിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഹോരേബ് പർവ്വതത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു. ഒരു വലിയ സീനായി എന്ന് പറയുന്നത് വലിയൊരു മൗണ്ടൻ റേഞ്ചാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഹോരേബ് എന്ന് പറയുന്നത്. ഹോരേബിന്റെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 9,000 അടി ഉയരമുണ്ട് ഇതിന്. ആ പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ് മോശ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. ആടുകൾ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ മിസ്രൈമിൽ നിന്ന് മോശ ഏതാണ്ട് 400-500 കിലോമീറ്റർ അല്ലെങ്കിൽ 300-350 മൈൽ ദൂരെയാണ് ഇപ്പോ ആരാഗ്രഹിക്കുന്നത്, മോശയായിരിക്കുന്നത്. ഇവിടുന്ന് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോന്നിട്ട് വർഷം 40 കഴിഞ്ഞു. 40-ാമത്തെ വയസ്സിൽ മോശ ഓടി വന്നതാണ്. ഇപ്പൊ അവന് 80 വയസ്സ് വയസ്സായി. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ മോശയുടെ ആരോഗ്യം ക്ഷയിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മോശ നിൽക്കുന്നതായ ഈ ഹോരേബ് പർവ്വതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കൊടുമുടിയുടെ ഉയരം ഏതാണ്ട് 9,000 ഫീറ്റ് ആണ്. ആ 9,000 ഫീറ്റ് ഉയരമുള്ളതായ കൊടുമുടിയുടെ താഴ്വാരത്തിലാണ് മോശയായിരിക്കുന്നത്. അപ്പോ മോശ ആ പർവ്വതത്തിൽ എന്ത് കണ്ടു? ഒരു വലിയ തീ കത്തുന്നത് കണ്ടു. പക്ഷെ അത് സൂക്ഷിച്ചു നോക്കിയപ്പോ തീ കത്തുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. ആ മുൾപ്പടർപ്പ് വെന്തു പോകാത്തതായ ആ ഒരു കാഴ്ച എന്ത് എന്ന് കാണാനായിട്ട് മോശ പർവ്വതത്തിലേക്ക് കയറുകയാണ്. അപ്പോ ആ ദൈവം മോശയെ ആ പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അവൻ ആ താഴ്വാരത്തിലാണ് ആടുകളെ മേയിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ആ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ പർവ്വത പ്രദേശത്തെ കുറിച്ച് ചെറിയൊരു വിവരണം നാം ഒന്ന് മനസ്സിലാക്കണം. മോശ എങ്ങനെയാണ് ആ 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ട് ആ പ്രദേശത്ത് കഴിഞ്ഞതെന്നുള്ള കാര്യം നമ്മൾ ഒരു ഔട്ട്ലൈൻ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്, ആ സീനായിയുടെ താഴ്വര എന്ന് പറയുന്നത് വിലപ്പെട്ടതായ ഔഷധ ഗുണമുള്ളതായ ചെടികളെ കൊണ്ട് നിബിഡമായ ഒരു താഴ്വരയാണ്. മാത്രമല്ല വളരെ രുചികരമായ ഫലവൃക്ഷങ്ങൾ ഉള്ളതായ ഒരു സ്ഥലവും കൂടിയാണത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ചെറിയ ചെറിയ അരുവികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു താഴ്വര പ്രദേശമാണ് ഈ ഹോരേബ് താഴ്വര എന്ന് പറയുന്നത്. ജീവിപ്പാൻ ഉതകത്തക്കതായ രീതിയിൽ അവിടെ ഗുഹകളാൽ നിബിഡവുമാണ്. അപ്പോ പകൽ സമയത്തുള്ളതായ ചൂടിൽ നിന്നോ രാത്രിയിലുള്ളതായ വിഷയങ്ങളിൽ നിന്നോ ഒക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നതിന് വേണ്ടി തണുപ്പ് വ്യാപരിക്കുന്നതായ തണുപ്പുള്ളതായ ഗുഹ അവിടെ ആവശ്യം പോലെ ഉള്ളതായ ഒരു സ്ഥലമാണ്. അപ്പൊ മരുഭൂമിയാണെങ്കിലും അല്ലെങ്കിൽ ആ കാട്ടുപ്രദേശമാണെങ്കിലും ഒരുപക്ഷെ വന്യമൃഗങ്ങൾ അവിടെ ഉണ്ടെന്ന് വന്നാലും വിഷജന്തുക്കൾ ഉണ്ടെന്ന് വന്നാലും മോശയെ സംബന്ധിച്ച് മോശയ്ക്ക് ആഹാരത്തിന്റെ കുറവില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, പ്രൈസ് ദി ലോർഡ്, വളരെ രുചിയുള്ള പോഷകാംശമുള്ളതായ ആ സാപ്പ് പുറപ്പെടുവിക്കുന്നതായ സസ്യങ്ങൾ അവിടെ ധാരാളമുണ്ട്. ഔഷധ ചെടികൾ ഒത്തിരി നിറഞ്ഞിരിക്കുന്നു. കാട്ടുഫലങ്ങളുണ്ട്. അതുകൊണ്ട് ആരോഗ്യം നിലനിർത്തത്തക്കതായ രീതിയിൽ ചുറ്റുപാടും നാച്ചുറൽ ഫുഡ് കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. മാത്രമല്ല ദൈവത്താൽ കൽപ്പിതമായിരിക്കുന്നതായ സുരക്ഷിതത്വം മോശയ്ക്ക് അവിടെ പ്രകൃതിയാൽ തന്നെ നാച്ചുറലായിട്ട് അവിടെ മോശയ്ക്ക് ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് പുറമേ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണെങ്കിലും
ഹോരേബ് താഴ്വരയെ കുറിച്ച് ഒരു ആത്മീയമായ കാഴ്ചപ്പാട് നാം പ്രാപിക്കേണ്ടതുണ്ട്. എന്താണ് ആത്മീയമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ആ വളരെ പർവ്വത നിരയിൽ നിന്ന് വളരെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്നതായ ആ താഴ്വര നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും താണ അവസ്ഥയെ കാണിക്കുകയാണ്. മോശയെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ ഏറ്റവും താണ അവസ്ഥയിൽ താൻ നിൽക്കുകയാണ്. 40 വർഷത്തിന് മുമ്പ് താൻ വിദ്യാഭ്യാസപരമായി സമ്പന്നനാണ്, താൻ ആരോഗ്യപരമായി സമ്പന്നനാണ്, താൻ അധികാരപരമായി വളരെ ശ്രേഷ്ഠമേറിയതായ പദവിയിലാണ്, ഭരണസംബന്ധമായി നൈപുണ്യം പ്രാപിച്ച വ്യക്തിയാണ്. എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതായ വലിയ ചിന്തയായിരുന്നു 40 വർഷത്തിന് മുമ്പ് വരെ മോശയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ അടുത്ത 40 വർഷം കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? മോശയുടെ ചിന്ത അടിപടലം മാറുവാനായിട്ടിടയായി. ഇപ്പൊ മോശയോട് ചോദിച്ചാൽ മോശ പറയും, എനിക്കാരുമില്ല, എന്റെ കുടുംബം പോലും എന്റെ അടുത്തില്ല, എന്റെ സഹോദരന്മാർ ആരും എന്റെ അടുത്തില്ല, എന്റെ ബന്ധുമിത്രാദികൾ ആരും എന്റെ അടുത്തില്ല, എനിക്കിപ്പോ ബന്ധുക്കളെന്ന് പറയുവാൻ കുറച്ച് മിണ്ടാപ്രാണികളായ ഈ ആടുകൾ മാത്രമേ ഉള്ളൂ. സംസാരിക്കുവാനുള്ളതായ കഴിവെനിക്ക് നഷ്ടപ്പെട്ടു, ആരോടെങ്കിലും ഇടപെടുവാനുള്ളതായ മിടുക്ക് നഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചതെല്ലാം ഞാൻ മറന്നുപോയി, ഞാനിപ്പോ ശൂന്യനാണ്, ഞാനിപ്പോൾ ഉപയോഗമില്ലാത്തവനാണ് എന്ന് ആയിരിക്കും മോശയ്ക്ക് പറയുവാനുള്ളതായ സാക്ഷ്യം. ഇതാണ് ഹോരേബ് താഴ്വരയുടെ ആത്മീകമായ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോ അവന് താഴ്ചയുടെ അടിത്തട്ട് വരെ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, ദൈവമേ അങ്ങയുടെ വിശ്വസ്തതയാൽ എന്നെ താഴ്ത്തേണമേ. നാം പ്രാർത്ഥിക്കുന്നത് ദൈവമേ അങ്ങയുടെ വിശ്വസ്തതയാൽ എന്നെ ഉയർത്തണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഒരു വെളിപ്പാട് പ്രാപിച്ചതായ ഒരു ഭക്തൻ, ദൈവത്തിന്റെ സാന്നിധ്യം അറിയുന്നതായ ഒരു ഭക്തൻ, ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കിയതായ ഒരു ഭക്തൻ, അവൻ പാടുന്നത് എങ്ങനെയാണ്? അവൻ പാടുന്നത് എന്താണ്? ദൈവമേ അങ്ങയുടെ വിശ്വസ്തതയാൽ എന്നെ താഴ്ത്തണമേ. എന്തിനാണ് താഴ്ച വരുന്നത്? ഒരു ഉയർച്ച വരുന്നതിന് മുമ്പ് ആ താഴ്ചയിൽ എത്തുമ്പോൾ ദൈവത്താലുള്ള ഒരു ഉയർച്ച വരുമെന്നുള്ളത് ഭക്തന് നന്നായി അറിയാം. ഇവിടെയും മോശയ്ക്ക് അങ്ങനെയാ സംഭവിക്കുന്നത്. തന്റെ ലൈഫിന്റെ രണ്ടാമത്തെ സെക്ഷനായ 80 വയസ്സ് പൂർത്തീകരിക്കുമ്പോ അവന്റെ ജീവിതം മാറ്റപ്പെടുവാൻ പോകുകയാണ്. അതിന് അവന്റെ മുമ്പിൽ ഒരു വലിയ ദർശനം, ഒരു വലിയ വിഷൻ അവന് ലഭിക്കുകയാണ്. ദൈവം പലപ്പോഴും നമ്മെ പല ആത്മീയ അനുഭവങ്ങളിലേക്ക് നടത്തും. ഈ ആത്മീയ അനുഭവങ്ങളിലേക്ക് നടത്തുമ്പോ അത് തിരിച്ചറിഞ്ഞ് ആത്മീയ അനുഭവത്തിൽ നാം അടുത്തേക്ക് ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ദൈവത്താലുള്ളതായ ഉയർച്ച വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുവാനുള്ളതായ സാഹചര്യം ലഭിക്കുമ്പോ, വചനം ചിന്തിക്കുവാനുള്ളതായ സാഹചര്യം ലഭിക്കുമ്പോ, ആത്മീയമായി കർത്താവിന് പ്രയോജനപ്പെടുവാനുള്ളതായ സാഹചര്യം ഉണ്ടാകുമ്പോ, മറുഭാഗത്ത് ഇതിലൊന്നിലും പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞ് പാരലായിട്ട് പിശാച് അതിന് എതിരായിട്ട് കെണിയൊരുക്കും. ഞെരുക്കം കൊണ്ടുവരും, ഭാരം കൊണ്ടുവരും, തിരക്ക് കൊണ്ടുവരും, ഒരു ബിസി ലൈഫ് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ രീതിയിൽ ഈ ആത്മീയ അനുഭവത്തെ പ്രാപിക്കുവാൻ തടസ്സമാക്കി തീർക്കാമോ ആ ഒബ്സ്റ്റക്കിൾസ് എല്ലാം ദുഷ്ടം കൊണ്ടുവരും. അപ്പൊ ഈ 2 പാരലൽ വഴികൾ ഒരേ സമയത്ത് ഒരുക്കപ്പെടുന്നത് മനസ്സിലാക്കണം. പക്ഷേ നാം പലപ്പോഴും ദൈവത്താൽ നാം ഉയർത്തപ്പെടുവാൻ പോകുകയാണ് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കാതെ നാം സാഹചര്യത്തിന് അടിമപ്പെട്ട് ആത്മീയ വിഷയങ്ങളെ വിട്ടുകളഞ്ഞ്, അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം കുറച്ച് നാം ഭൗതിക വിഷയത്തിലേക്ക് നടക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്താൽ ലഭിക്കേണ്ടതായ ഉയർച്ചയാണ്. മോശ ആ താഴ്വരയിൽ നിന്ന് കയറുകയാണ്. എങ്ങോട്ട് കയറി? അവന് ഹോരേബ് പർവ്വതത്തിലേക്ക് നടന്നു കയറുകയാണ്. ഹോരേബ് പർവ്വതത്തിലേക്ക് നടന്നു കയറുവാൻ കാരണം ഒരു വലിയ വിഷൻ അവൻ കാണുകയാ. ആ വിഷൻ കണ്ടത് എന്താണ്? കത്തുന്നതായ മുൾച്ചെടി. ആ മുൾച്ചെടി കത്തുന്നു എങ്കിലും മുൾച്ചെടി മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കാഴ്ച കണ്ട് മോശ അതിനോട് അടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഞാൻ മനസ്സിൽ കാണുന്നത് പോലെ ഈ മുൾപ്പടർപ്പ് representing 2 important things. That vision representing
ടു ഇമ്പോർട്ടന്റ് തിങ്സ്. എന്തൊക്കെയാണ് ആ വിഷൻ നൽകുന്നതായ, പ്രതിനിധീകരിക്കുന്നതായ രണ്ട് പ്രധാനപ്പെട്ടതായ വിഷയം? ഒന്ന്, അത് മോശയെ തന്നെ കാണിക്കുകയാണ്. മോശയുടെ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് കാണിക്കുകയാണ്. എന്താണ് മോശയുടെ കണ്ടീഷൻ? നേരത്തെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. മോശയുടെ ജീവിതം ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഷ്ടതയിലാണ്. ഇപ്പോ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട്, താൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഉപയോഗശൂന്യനായി ഇനി എന്തിന് ജീവിക്കുന്നു എന്നുള്ളതായ നിലയിൽ എത്തി നിൽക്കുന്നതായ മോശ തന്റെ കഷ്ടതയുടെ നെല്ലിപ്പടിയിൽ അവൻ തിരിക്കുകയാണ്. അവൻ അങ്ങനെ പ്രൈസ് ദി ലോർഡ് തീർത്തും നിസ്സഹായനായി. പ്രൈസ് ദി ലോർഡ്. ഹി വാസ് സ്റ്റിൽ അപ്പോ ആ 40 ഇയേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫെയിലിയേഴ്സിന്റെ 40 ഇയേഴ്സ് ആണ്. ബട്ട് സ്റ്റിൽ ഹി ഈസ് നോട്ട് കൺസ്യൂംഡ്. ആ 40 വർഷം കഷ്ടതയിൽ കൂടി കടന്നുപോയെങ്കിലും അവന്റെ ആരോഗ്യം നശിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ കാഴ്ച മങ്ങിയിട്ടില്ല. അവൻ വളരെ ആരോഗ്യവാനാണ് ഇപ്പോഴും. അവൻ നശിച്ചു പോയില്ല എന്നുള്ളതാണ് ആ തീ മോശയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുവാൻ കാരണം. രണ്ടാമത്, ആ തീ റെപ്രസെന്റ് ചെയ്യുന്നതായ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെയാണ്. ഇസ്രായേൽ ജനത്തെ നമ്മൾ മിസ്രൈമിലേക്ക് നോക്കിക്കേ. നേരത്തെ പറഞ്ഞു, മിസ്രൈമിലുള്ളതായ ഇസ്രായേൽ ജനം ഭരണപരമായി ഭരണാധികാരികളാൽ വളരെ കഷ്ടതയിലാണ്. തന്റെ മേലധികാരികളാൽ വളരെ കഷ്ടതയിലാണ്. തലമുറകളുടെ വിഷയത്തിൽ അവർ നിലവിളിയുടെ പക്കത്താണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയെ അനുഭവിച്ച് കണ്ണുനീരോടുകൂടെ അവർ ഉയരങ്ങളിലേക്ക് നോക്കി നിലവിളിക്കുന്നതായ നിലവിളിയുടെ ആ വലിയ താണ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ അവർ എന്ത് ചെയ്യുന്നില്ല? അവർ നശിച്ചു പോകുന്നില്ല. അവർ ദിനംതോറും വർദ്ധിച്ച് പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. കഷ്ടതയുടെ നടുവിലായിരുന്നാലും, ആ തീ കത്തുന്നതായ അനുഭവത്തിന് നടുവിലായിരുന്നാലും അവർ നശിച്ചു പോകാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്, കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും കർത്താവേ അവിടുന്ന് എന്നെ ജീവിപ്പിക്കുമെന്ന് പറയുവാൻ കാരണം. അപ്പോ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 6 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ രക്ഷയുടെ ഒരു വലിയ നിയോഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ മോശയ്ക്ക് ലഭിക്കുന്നതായ ആ നിയോഗമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് സാൽവേഷൻ. ഇറ്റ് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് പാർട്ട്, ഡെലിവറൻസ് ഫ്രം ഈജിപ്റ്റ്. The second part is to lead them into a wide and fruitful land. And the final part is to fulfill every promise God made to them. രക്ഷയ്ക്ക് 3 സ്റ്റെപ്പുകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇപ്പോഴത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ മോശ നിൽക്കുന്നതായ ആ അനുഭവം എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ആ ഫസ്റ്റ് പാർട്ട് എന്താണ്? കഷ്ടത അനുഭവിക്കുന്നതായ ജനത്തിന് വരേണ്ടതായ വിടുതല, ഇസ്രായേലിന് വരേണ്ടതായ വിടുതൽ. അപ്പൊ രക്ഷയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് പാപത്തിന്റെ അധീനതയിലായിരിക്കുന്നതായ നാം, പ്രൈസ് ദി ലോർഡ്, ജഡത്താൽ നിയന്ത്രിക്കപ്പെട്ട്, ജഡത്തിന്റെ ഇച്ഛകളാൽ മോഹിക്കപ്പെട്ട്, ജഡത്തിന്റെ പ്രവൃത്തികളാൽ വലയം ചെയ്യപ്പെട്ട് പാപത്തിന് അടിമകളായിരുന്നതായ ഒരു അനുഭവം. അതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് ഒരു ഡെലിവറൻസ് ആവശ്യമാണ്. ഒരു പാപത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ജനത്തിന് ഈ സമയത്ത് അവർ യെറ്റ് ടു റിസീവ് ആണ്. ഇനി അവര് ആ വിടുതലിലേക്ക് നടത്തപ്പെടുവാനായിട്ട് പോകുകയാണ്. രക്ഷയുടെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വിടുതൽ പ്രാപിച്ചതായ ദൈവത്തിന്റെ ജനം വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് യാത്ര ചെയ്യുന്നതായ ആ ഗ്യാപ്പ്, അല്ലെങ്കിൽ വിടുതലിനും വാഗ്ദത്ത പൂർത്തീകരണത്തിനും ഇടയ്ക്കുള്ളതായ സമയമാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ പാർട്ട് എപ്പോഴാരംഭിക്കുന്നു? ഇസ്രായേലിനെ സംബന്ധിച്ച് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് അത് ആരംഭിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. അത് മുതൽ കനാൻ നാട്ടിലെത്തുന്നത് വരെയുള്ളതായ കാര്യമാണ്. പ്രൈസ്. 40 വർഷത്തെ അവരുടെ വളരെ പ്രയാസപ്പെട്ടതായ ജേണിയാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാർട്ട് വാഗ്ദത്ത കനാനിൽ അവരെ എത്തിച്ച് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ അവരുടെ മേൽ നിവർത്തിക്കേണ്ടതായിരുന്നു മൂന്നാമത്തെ പാർട്ട്. നമ്മെ സംബന്ധിച്ച് വി ആർ ഇൻ ദ സെക്കൻഡ് പാർട്ട് നൗ. നമ്മളിപ്പോ രണ്ടാമത്തെ ഭാഗത്ത് പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടി, കുഞ്ഞാട് രക്തത്താൽ നാം പാപമോചനം പ്രാപിച്ച് സ്വർഗീയ കനാനിലേക്കുള്ളതായ യാത്രയിലാണ്. നമ്മുടെ വാഗ്ദത്തങ്ങൾ എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? കർത്താവിന്റെ വരവിങ്കിൽ നാം ഇവിടെ നിന്ന് എടുക്കപ്പെടുമ്പോ നമ്മുടെ വാഗ്ദത്ത പൂർത്തീകരണത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നാം കടക്കുകയാണ്. പിന്നെ ഉള്ളതായ ഒരു ലോങ് പ്രോസസ് ഉണ്ട്. ആ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുന്നതായ സംരംഭം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രക്ഷയുടെ 3 ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്നുള്ളതായ കാര്യവും നമുക്ക് തിരിച്ചറിവ് വേണം. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതായ ആ വലിയ അറിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോ 11 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളാണ്. അവിടെ മോശ ഉന്നയിക്കുന്നതായ തടസ്സവാദങ്ങളും ദൈവം അതിന് കൽപ്പിക്കുന്നതായ നീക്കുപോക്കുകളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഭാഗങ്ങൾ ഞാൻ വിവരിക്കുന്നില്ല, നമുക്കത് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. ദൈവം മോശയോട് സംസാരിക്കുകയാണ്. എന്താ ദൈവം മോശയോട് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ജനം പ്രതി കഷ്ടപ്പെടുകയാണ്, ഫറവോൻ അവരെ ശ്രദ്ധിക്കുന്നേയില്ല, എല്ലാം ഞാൻ കാണുകയാണ്, ഞാൻ അറിയുന്നു. അതുകൊണ്ട് നീ വേഗം ഇവിടെ നിന്ന് പുറപ്പെടണം. തിടുക്കത്തിൽ കൊടുക്കുന്നതായ ഒരു നിയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. മോശയോട് പറയുന്നതായ ദൈവം മോശയോട് പറയുന്നതായ വാക്കിന്റെ ശരിയായ മീനിങ് എന്ന് പറയുന്നത്, മോശയെ നീ വേഗം വരിക, ജനത്തെ വിടുവിക്കുന്നതിനുള്ളതായ സമയമായിരിക്കുകയാണ്, സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ വേഗത്തിൽ പുറപ്പെടുക, അല്ലെങ്കിൽ വേഗത്തിൽ എന്റെ നിയോഗം പ്രാപിപ്പാൻ വരിക എന്നാണ് യഹോവയായ ദൈവം മോശയോട് പറയുന്നത്. മോശ എന്താ ചെയ്യുന്നത്? മോശ പലപ്പോഴായി പ്രൈസ് ദി ലോർഡ് പല ഒഴിവുകളും മോശ ദൈവത്തോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ഒഴിവുകൾക്ക് ഒടുവിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം, അത് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് അത് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് ഞാനത് പറയുവാനായിട്ട് ഇനി താല്പര്യപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നീ ആരാണ് എന്ന് ജനം എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫറവോൻ എന്നോട് ചോദിച്ചാൽ, ഞാൻ എന്തുത്തരം പറയും? പ്രൈസ് ദി ലോർഡ്. 2 ചോദ്യങ്ങൾ 2 പേരിൽ നിന്നാണ്, അല്ലെങ്കിൽ 2 വിഭാഗം ആൾക്കാരിൽ നിന്നാണ് മോശ ചോദ്യം പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, തന്റെ സ്വന്തം സഹോദരന്മാരറിയപ്പെടുന്നതായ ഇസ്രായേൽ മക്കളിൽ നിന്ന് ഒരു ചോദ്യം മോശ പ്രതീക്ഷിക്കുകയാണ്. നീ നേതാവായിരിക്കാൻ നിനക്കെന്താ യോഗ്യത? നീ ആരാണ്? ആരാണ് നിന്നെ അയച്ചത് എന്ന് എന്റെ ജനം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. പ്രൈസ് ദി ലോർഡ്. ഫറവോനോട് ചെന്ന് എന്റെ ജനത്തെ വിട്ടയക്കണമെന്ന് യഹോവയായ ദൈവം കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോ യഹോവ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഫറവോനോട് എന്തുത്തരം പറയും? ഈ 2 വിഭാഗം ആൾക്കാർക്കും ചോദ്യത്തിന് ദൈവം ഒരു ഉത്തരം കൊടുക്കുകയാണ്. ഞാനാകുന്നു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതായ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് കർത്താവ് പറഞ്ഞത്? ഇഹയ്യ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇതിനെല്ലാറ്റിനും കാരണഭൂതനായ ഒരുവനുണ്ട്. നീ ഈ പ്രപഞ്ചത്തെ നോക്കൂ, ആകാശത്തിലെ നക്ഷത്രങ്ങളെയും, പകൽ പ്രകാശിക്കുന്നതായ സൂര്യനെയും, രാത്രി പ്രകാശിക്കുന്നതായ ചന്ദ്രനെയും, സമുദ്രത്തെയും, നീ ഭരിക്കുന്നതായ ഈ രാജ്യത്തെയും, ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ചതായ ഒരുവനുണ്ടല്ലോ, അവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. സകലത്തെയും സൃഷ്ടിച്ചത്, സകലത്തിനും കാരണഭൂതനായിരിക്കുന്നതായ ഒരുവൻ, അവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്താണ്?
ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചവനും നിങ്ങൾ ഉൾപ്പെടെ ഈ ലോകത്തെ പരിപാലിക്കുന്നവനുമായ പരിപാലകനായ ദൈവം അതാണ് ഞാൻ എന്ന് ആരോട് പറയണം? ഇസ്രായേൽ ജനത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ജനമേ, നിങ്ങൾ കഷ്ടതയുടെ നടുവിൽ കൂടെ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി നടക്കുകയല്ലേ? പക്ഷേ ആ കഷ്ടത നിങ്ങളെ കുറച്ചു കളഞ്ഞു? കഷ്ടത നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളുടെ കഷ്ടതയിലും നിങ്ങളെ വർദ്ധിച്ച് പെരുകി ഇപ്പോൾ ഒരു സാമ്രാജ്യമായി മാറത്തക്കവണ്ണം നിങ്ങളെ വർദ്ധിച്ച് പെരുക്കിയതാരാണ്? ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചതായ ഒരുവനുണ്ട്. അവൻ തന്നെയാണ് യഹ്യാ, അഷേർ യഹ്യാ. അതാണ് യഹോവയായ ദൈവം ആരോട് പറഞ്ഞത്? മോശയോട് പറയുവാൻ ഇടയായിട്ട് തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തടസ്സവാദങ്ങളെയും ദൈവം കൊടുത്തതായ ആ നീക്കുപോക്കുകളെല്ലാം മോശ മനസ്സിലാക്കി. മോശ അത് ദൈവം മുമ്പാകെ സമ്മതിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അവൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഹല്ലേലൂയ പോകാനായിട്ട് വിസമ്മതം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ യഹോവയായ ദൈവം മോശയോട് പറയുന്നതായ കാര്യം, പ്രൈസ് ദി ലോർഡ്, അതിന് 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പ്രകാരമാണ്. എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കൈ നീട്ടി മിസ്രയീമിന്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും. അതിനുശേഷം ഞാൻ നിങ്ങളെ വിട്ടയക്കും. പ്രൈസ് ദി ലോർഡ്. മോശയെടുത്ത് പറഞ്ഞു, മോശേ, ഞാനാണ് നിന്നെ അയക്കുന്നത്. എല്ലാത്തെയും സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാത്തെയും പരിപാലിക്കുന്നത് ഞാൻ തന്നെയാണ്. ഫറവോൻ അധികാരം കൊടുത്തതും ഫറവോനെ ഭരണാധികാരി ആക്കിയതും ഒരു സാമ്രാജ്യം അവന്റെ കീഴിൽ കൊടുത്തതൊക്കെ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് നിന്നെ അയക്കുന്നത്. പക്ഷെ നീ വിചാരിക്കല്ല ഇത് കാര്യങ്ങൾ എളുപ്പമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? നീ വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ എളുപ്പമാണെന്നുള്ളതായ കാര്യം നീ വിചാരിക്കരുത്. കാരണം ഇതല്പം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. എന്റെ പദ്ധതി എളുപ്പമുള്ള കാര്യമല്ല. എന്റെ പദ്ധതി എന്ന് പറയുന്നത് പ്രയാസമുള്ളതാണ്. ഞാന് ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുവാൻ പോകുകയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിക്കും, എന്തിനാ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കുന്നെന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിപരമായ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവം ആദ്യമേ തന്നെ മോശയ്ക്ക് അതങ്ങ് ചെയ്തു കൊടുത്താൽ പോരായിരുന്നോ? അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രയാസപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ല. ദൈവത്തിന്റെ പദ്ധതി മിസ്രയീമിന്റെ മേൽ ഒരു ശിക്ഷ വരുത്തണം. മാത്രമല്ല, അവര് വിശ്വസിക്കുന്ന, അവർ ആരാധിക്കുന്ന, അവരുടെ ദൈവങ്ങളായി കരുതുന്നതായ ശക്തികളൊന്നും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതായ കാര്യങ്ങളെ അവർ ദൈവങ്ങളാക്കി ചിന്തിച്ച് അതിനെ ആരാധിക്കുമ്പോൾ അവരുടെ ആരാധനാമൂർത്തികൾക്ക് ഒരു ബലവുമില്ല. അവർ ദൈവങ്ങളല്ല എന്ന് അവർ മനസ്സിലാക്കണം. അവർ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഫറവോന്റെ ഹൃദയം കഠിനമാക്കുന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, പ്രൈസ് ദി ലോർഡ്, ഇത്രയും നാൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്റെ ഇസ്രായേൽ എന്റെ ആദ്യജാതൻ എന്ന് പറയത്തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, ആ ഇസ്രായേലിനെ ദണ്ഡിപ്പിച്ച ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ ദണ്ഡിപ്പിച്ചതായ ആ മിസ്രയീമിനെ ദണ്ഡിപ്പിക്കാതെ വിടുന്നത് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ന്യായമല്ലാത്തത് കൊണ്ട് അവനെ ദണ്ഡിപ്പിക്കേണ്ടതിന്റെ പരമാവധിയിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത്. പ്രൈസ് ദി ലോർഡ്. നാം മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ വിലപ്പെട്ട ഒരു വിഷയം അവിടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവവചനം കേട്ട് ആ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവവചനത്തെ മനസ്സിലാക്കി അതനുസരിപ്പാനായി
നാം തീരുമാനിച്ചില്ല എങ്കിൽ ദൈവം തന്നെ ഹൃദയം കഠിനമാക്കും. കഠിനമാക്കുന്ന എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ശിക്ഷയുടെ ഏറ്റവും പരമാവധി ശിക്ഷ കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവം എല്ലാ കാര്യത്തിനും ഒരുപോലെയല്ല ശിക്ഷ കൊടുക്കുന്നത്. ശിക്ഷ കടുപ്പിക്കേണ്ടി വരുമ്പോ പാപം കടുക്കണം, പാപം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തണം. ആ പാപത്തിന് തക്കവണ്ണമുള്ളതായ ശിക്ഷ കൊടുക്കേണ്ടത്. ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു വ്യക്തിക്ക് ശിക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മാക്സിമം ലെവലിലേക്ക് ആ പണിഷ്മെന്റ് എത്തണമെന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് ആ കുറ്റവും മാക്സിമം ലെവലിൽ എത്തിക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടിയാണ് മിസ്രയീമിന്റെ ഭരണാധികാരിയായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കുമെന്ന് ദൈവം പറയുവാനായിട്ട് കാരണം. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. 4-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ മോശയുടെ 5 തടസ്സവാദങ്ങളും ദൈവിക നീക്കുപോക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവിടെ മോശയ്ക്ക് ദൈവം നൽകുന്ന 3 അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ഒന്നാമത്തെ അടയാളം? ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്, മോശയെ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. അപ്പോ മോശ പറയുകയാണ്, എന്റെ കയ്യിലിരിക്കുന്നത് ഒരു വടിയാ. പ്രൈസ് ദി ലോർഡ്. ആ വടി നിലത്തിടുവാനായിട്ട് മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു. ആ വടി നിലത്തിട്ട് കഴിഞ്ഞപ്പോ ആ വടി എന്തായി മാറി? സർപ്പമായി മാറി. മോശ അത് കണ്ട് ഓടിപ്പോകുകയാ. മോശയോട് പറഞ്ഞു, മടങ്ങി വാ, നീ ഓടിപ്പോകണ്ട, മടങ്ങി വാ. മടങ്ങി വന്നിട്ട് ആ സർപ്പത്തിന്റെ വാലേൽ പിടിച്ചതിനെടുക്കാനായിട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മോശ ധൈര്യത്തോടുകൂടെ ആ സർപ്പത്തിന്റെ വാലേൽ പിടിച്ച് അതെടുത്തപ്പോ അത് വീണ്ടും മടിയായി. അത് വെറും ഒരു അടയാളമായിട്ടല്ല യഹോവയായ ദൈവം കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ആ അടയാളത്തിന്റെ പിന്നിൽ മോശ നാം മനസ്സിലാക്കേണ്ടതായ ഒരു ആത്മീയ അർത്ഥം അതിന്റെ പിന്നിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മോശ മിസ്രയീമിൽ നിന്ന് ഓടി വന്നതാണ്. മിസ്രയീമിലെ ഏറ്റവും പരമപ്രധാനമായ അവരുടെ പൂജാ വിഗ്രഹം അല്ലെങ്കിൽ ദൈവിക സങ്കല്പം എന്ന് പറയുന്നത് സർപ്പമാണ്. മിസ്രയീം എന്ന് പറഞ്ഞാൽ സർപ്പമാണ് അവരുടെ ആരാധനാമൂർത്തി. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ കിരീടത്തിൽ വിടർന്ന പത്തിയുമായി നിൽക്കുന്നതായ ഒരു സർപ്പത്തെ കാണുവാനായിട്ട് കഴിയും. ഫറവോൻ പിടിച്ചിരിക്കുന്നതായ ചെങ്കോലുണ്ട്. ആ ചെങ്കോലിന്റെ അറ്റം സർപ്പരൂപത്തിൽ വളഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഫറവോൻ ഇരിക്കുന്നതായ സിംഹാസനത്തിന്റെ 4 മൂലയ്ക്കും സർപ്പങ്ങൾ കുത്തിവെച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ സർപ്പ വ്യാപാരത്തിന്റെ മേലാണ് ഫറവോന്റെ സിംഹാസനം ഇരിക്കുന്നത്. സർപ്പത്തെ ആരാധിക്കുന്നതായ ഒരു ജാതിയാണ് മിസ്രയീം. പ്രൈസ് ദി ലോർഡ്. ഈ ജാതീയ ശക്തി അല്ലെങ്കിൽ ഫറവോൻ മോശയ്ക്കെതിരായി തീർന്നത് കൊണ്ടാണ് മോശ അവിടെ വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്. ഒരിക്കൽ മോശ ഏത് അധികാരത്തിൽ നിന്ന് ഓടിപ്പോയോ ആ അധികാരത്തെ ഇനിയും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് അവന്റെ കയ്യിൽ അവന് യോജിക്കത്തക്കതായ രീതിയിൽ, അവനെ നിയന്ത്രിക്കുവാൻ കഴിയത്തക്കതായ രീതിയിൽ, പ്രൈസ് ദി ലോർഡ്, നിയന്ത്രണ വിധേയമായ ഒരു വടിയായി അവനത് ഉപയോഗപ്പെടും എന്ന് കാണിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? ആ വടി സർപ്പമായി തീരേണ്ടതിന് വേണ്ടി നിലത്തിടുവാനായിട്ട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ വടി നിലത്തിട്ടു. എന്താ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. അത് സർപ്പമായി തീരുവാനായിട്ടിടയായി തീർന്ന ആ വടി വീണ്ടും വടിയായി മോശയുടെ കയ്യിൽ ലഭിക്കാനായിട്ടിടയായി. രണ്ടാമത് മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ കൈ എന്ത് ചെയ്യണം? നിന്റെ കൈ നിന്റെ ബോസം അല്ലെങ്കിൽ നിന്റെ കക്ഷത്തില് ഇടാനായിട്ട് പറഞ്ഞു. മോശ തന്റെ കൈ കക്ഷത്തിലിട്ടു. അത് കുഷ്ഠമായി മാറി. വീണ്ടും അത്
തിരിച്ച് കക്ഷത്തിൽ വെക്കുവാനായിട്ട് പറഞ്ഞു. കക്ഷത്തിൽ വെച്ചു. തിരിച്ചെടുത്തപ്പോ പഴയതുപോലെ അത് ശുദ്ധമായി. നമുക്ക് ഈ അടയാളങ്ങൾ അറിയാവുന്ന കാര്യമാണ്. ഈ അടയാളങ്ങൾ ഈ രണ്ടാമത്തെ അടയാളം എന്തിനെയാ കാണിച്ചത്? ഈ രണ്ടാമത്തെ അടയാളം കാണിച്ചത് പ്രൈസ് ദി ലോർഡ്, അത് ദൈവത്തിന്റെ കരുതലിനെയാണ് കാണിച്ചത്. ഞാൻ നിന്റെ ജനത്തെ കരുതും, അവർക്കുള്ളതായ ദോഷം എന്തായാലും ആ ദോഷത്തെ മാറ്റുവാൻ ഞാൻ കഴിവുള്ളവനാണ്. ഞാൻ എൻ്റെ ജനത്തിന്റെ കേടുപാടുകൾ തീർക്കും. ഞാൻ എൻ്റെ ജനത്തിന്റെ ദോഷം മാറ്റി അവരെ നന്മയിലേക്ക് നടത്തും എന്ന് കാണിക്കേണ്ടതിന് വേണ്ടിയാണ്, ജനത്തിനു വേണ്ടിയാണ് ആ രണ്ടാമത്തെ അടയാളം കാണിപ്പാനായിട്ട് ഇടയായിട്ട് തീർന്നത്. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോ ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും കേൾക്കാതെയും ഇരുന്നാൽ എന്ത് ചെയ്യണം? നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്തൊഴിക്കണം. നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും എന്ന് മോശയോട് യഹോവയായ ദൈവം പറയുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നൈൽ നദി എന്ന് പറയുന്നത് മിസ്രയീമിനെ സംബന്ധിച്ച് സകല നന്മകളുടെയും ഉറവിടമാണ്. സകല നന്മകളുടെയും ഉറവിടമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ മിസ്രയീമിൽ വിശ്വസിക്കുന്നത് നൈൽ എന്ന് പറയുന്നത് അവരുടെ ദേവതയായിട്ടാണ്. ആ നദിയിൽ നിന്ന് വെള്ളം കോരി നിലത്തൊഴിക്കുമ്പോ അത് രക്തമായി തീരുക എന്ന് പറയുമ്പോ പ്രൈസ് ദി ലോർഡ്, ആ നൈൽ നദിയെ അടിക്കുവാനായിട്ട് കടന്നു പോകുന്ന മോശയുടെ വടി കൊണ്ട് അവർ ദൈവമെന്ന് സങ്കല്പിക്കുന്നതായ അവരുടെ ദേവീ സങ്കല്പത്തിന് കൊടുക്കുന്നതായ ന്യായവിധി ഉണ്ട് എന്ന് മോശയ്ക്ക് കൊടുക്കുന്നതായ മുന്നറിയിപ്പാണത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്താൽ പരിപാലിപ്പിക്കപ്പെടുന്നതായ ഒരു ജനം, ആ ജനത്തിനു വേണ്ടി പ്രൈസ് ദി ലോർഡ് ദൈവം പ്രവർത്തിച്ച് ആ രാജകീയ അധികാരത്തെ ഇല്ലാതാക്കുകയും അവരുടെ ദേവസങ്കല്പങ്ങളെ തച്ചുടയ്ക്കുകയും ചെയ്യേണ്ടതിനു വേണ്ടിയാണ് മോശയെ ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് വിടുന്നത് എന്ന് ഈ 3 അടയാളങ്ങളാൽ തെളിയിച്ചുകൊണ്ടാണ് മോശ എന്ത് ചെയ്യുന്നത്? ദൈവം തന്റെ ദൗത്യത്തിനായിട്ട് നിയോഗിക്കുന്നത്. 18 മുതൽ 23 വരെയുള്ളതായ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോ യഹോവയായ ദൈവം മോശയ്ക്ക് ദൗത്യം ഉറപ്പിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രൈസ്. ദൗത്യം ഉറപ്പിക്കപ്പെടുന്നതായ മോശയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 4-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. മടങ്ങിപ്പോകുമ്പോ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യണം? നീ നിന്റെ വടിയെന്നല്ല മോശയോട് പറയുന്നത്, ദൈവത്തിന്റെ വടിയും കരങ്ങളിൽ എടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വടിക്ക് 3 പൊസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 അവസ്ഥകൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയുടെ കയ്യിലിരിക്കുമ്പോ മോശ നിസാരമായ കണ്ടതായ ഒരു വടിയാണ്. പ്രൈസ് ദി ലോർഡ്. മോശ നിസാരമായി കണ്ടതായ വടി. കാരണം മോശയോട് ദൈവം ചോദിക്കുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? മോശ പറയുകയാണ്, ഒരു വടി എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല, വെറും ഒരു വടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യത്തെ അതിന്റെ സ്ഥാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ അധികാരം എന്ന് പറയുന്നത്, അധികാരമൊന്നും ഇല്ലാത്ത, സ്ഥാനമൊന്നും ഇല്ലാത്തതായ ഒരു അനുഭവം, വെറും ഒരു വടി എന്നുള്ള നിലയിലാണ്. രണ്ടാമത് പ്രൈസ് ദി ലോർഡ്, മോശ ആ വടി നിലത്തിട്ട് കഴിഞ്ഞപ്പോ മോശയോട് പറഞ്ഞു ആ വടി തിരിച്ചെടുക്കാനായിട്ട് പറഞ്ഞു. തിരിച്ചെടുത്തു. മോശയോട് ദൈവം പറയുകയാണ്, നീ പോകുമ്പോൾ ഈ വടിയും കൂടെ കൊണ്ടുപോകണം. ഈ വടി എന്ന് പറയണമെങ്കിൽ അത് ദൈവസന്നിധാനത്തിൽ ദൈവ സാമീപ്യത്തിൽ ഇരിക്കുന്നതായ വടി, അല്ലെങ്കിൽ ഇത് എന്ന് പറയത്തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മോശയുടെ കയ്യിൽ ഇണങ്ങിയ ഒരു വടിയായിട്ടത് രൂപപ്പെടുകയാണ്. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവഹിതം നിവർത്തിക്കുവാനായിട്ട് അതിനെ ഒരുക്കിയെടുത്തതായ വടി. മൂന്നാമത്
മോശ യാത്ര പുറപ്പെടുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ് ദൗത്യമേൽപ്പിക്കുമ്പോ മോശ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്തു എന്നാണ് കാണുന്നത്. മൂന്നാമത് എന്തായി മാറി? അത് ദൈവത്തിന്റെ വടിയായി മാറി. ദൈവത്തിന്റെ വടി കയ്യിലിരിക്കുമ്പോ മോശ ആ വടി വളരെ സൂക്ഷ്മതയോടെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അബദ്ധവശാലെങ്ങാനും ആ വടി താഴെ വീണാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ സർപ്പമായി പോയെങ്കിലോ എന്ന് വിചാരിച്ച് മോശ അത് വളരെ സൂക്ഷ്മമായി പരിപാലിക്കും. പ്രൈസലോ, ദൈവം നമ്മെ ഏൽപ്പിച്ചത് അത് നിസ്സാരമായി കരുതാതെ ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ചതാണ് എന്നുള്ളതായ ഗൗരവത്തോടെ നാം കൈകാര്യം ചെയ്യണം എന്നുള്ളതായ വിഷയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4-ാം അധ്യായത്തിന്റെ പൊതുവായ വിഷയമെന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം ഒരുക്കുന്നതായ മോശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശ പറയുന്ന 5 കാര്യങ്ങൾ, തന്നെ കുറിച്ച് പറയുന്നതായ 5 കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത് മോശ പറഞ്ഞത് ഐ ആം ഇൻസിഗ്നിഫിക്കന്റ്, ഞാൻ അപ്രയോജനകരമാണ്, ഞാൻ അപ്രയോജനകരനാണ്, അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തവനാണ്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഐ ആം ഇൻസിഗ്നിഫിക്കന്റ്. 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. 2-ാമത് മോശ പറഞ്ഞത് ഐ ആം ഇഗ്നറന്റ്, എനിക്ക് ഒന്നും അറിയില്ല. 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മോശ ദൈവത്തോട് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം? എനിക്കൊന്നും അറിയില്ല, പറയാൻ ഒന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്, തന്റെ അജ്ഞത വെളിപ്പെടുത്തുകയാണ്. 3-ാമത് മോശ പറഞ്ഞതായ കാര്യം ഐ ആം അൺഇമ്പോർട്ടന്റ്, എന്നെ സംബന്ധിച്ച് ഒരു പ്രാധാന്യവുമില്ലാത്തവന്. ഇസ്രായേലിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോ എന്നെ അവര് സ്വീകരിക്കുകയില്ല, ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോകുവാനായിട്ട് കഴിയത്തില്ല, ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ദൈവം കൊണ്ട് അനുവദിക്കത്തുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രാധാന്യമില്ലാത്തതായ ഒരു വ്യക്തിയാണ് എന്ന് മോശ ഏറ്റു പറയുകയാണ്. 4-ാമത് പറഞ്ഞതായ കാര്യം ഐ ആം നോട്ട് ആൻ എലക്വന്റ് സ്പീക്കർ, എനിക്ക് സംസാരിപ്പാനായിട്ട് കഴിയുകയില്ല. 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും അവിടുന്ന് അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു. 4-ാമത്തെ മോശയുടെ ഒഴിവെന്ന് പറയുന്നത് ഐ ആം നോട്ട് ആൻ എലോക്വന്റ് സ്പീക്കർ, ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ്. 5-ാമത് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ദൈവം അവന് നന്നായി ചെയ്തു കൊടുത്തത് കുഴപ്പമില്ല, ഞാനാണല്ലോ മനുഷ്യന് നാവും വായും ഒക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് മോശയെ ധൈര്യപ്പെടുത്തി. ഒടുവിൽ മോശ പറയുന്ന കാര്യം എനിക്ക് പകരം മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന്. ഇത് പലപ്പോഴും നമ്മുടെ ചർച്ചയിലും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അത് മറ്റാരോടെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. 5 മിനിറ്റ് പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ അത് മറ്റാരോടെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അത് മറ്റാരോടെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. എന്നെ കൊണ്ടാണ് പറ്റത്തില്ല, എന്നെ കൊണ്ടാൻ കഴിയത്തില്ല. കൊച്ചു പിള്ളേർ മുതല് വലിയവര് വരെ പറയുന്ന, സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് പകരം മറ്റാരെങ്കിലും അയക്കണമേ. ഇത്രയും നേരം ദേഷ്യപ്പെടാതിരുന്നതായ ദൈവം എന്ത് ചെയ്തു? അത് കേട്ടപ്പോ കോപിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് ശ്രദ്ധിക്കുന്ന ആരും ഇനി ഈ ഉപാധി പറഞ്ഞേക്കില്ല. എന്തുവാണ്? എനിക്ക് പകരം മറ്റാരെങ്കിലും അയക്കണമേ എന്ന് മേലാൽ പറയരുത്. ദേഷ്യം വരാതിരിക്കുന്ന ദൈവത്തിന് പോലും ദേഷ്യം വരുന്നൊരു കാര്യമാണ്. ആ 4 ഉപാധി പറഞ്ഞിട്ടും ദൈവം കോപിച്ചില്ല. അത് നമ്മളോട് വായിക്കാൻ കഴിയും. പക്ഷെ ഈ 5-ാമത്തെ എക്സ്ക്യൂസ് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ഗോഡ് ഹിംസെൽഫ് ഗോട്ട് ആംഗ്രി. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, ഇത് വെക്കോ, ഞാന് നിനക്ക് പകരം നിനക്ക് വേണ്ടി അഹരോൻ നിന്റെ സഹോദരനോട് പറഞ്ഞ് അവനെ കൊണ്ട് നിന്റെ കൂടെ അയക്കാമെന്ന് പറഞ്ഞു.
പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഉപാധികൾ പറഞ്ഞിട്ടും ദൈവം അതിന് പരിഹാരം നിർദ്ദേശിച്ച ശേഷവും അഞ്ചാമത്തെ ഉപാധിയും കൊണ്ട് വന്നപ്പോഴാണ് മോശയ്ക്ക് സഹായകനായി അഹരോനെ മോശയോടൊപ്പം അയക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും അഹരോനോട് മയിലുകൾക്ക് അകലെയുള്ളതായ അഹരോനോട് ദൈവം ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മിദ്യാനും ഇസ്രായേലും തമ്മിലുള്ളതായ അകലം. പ്രൈസ് ദി ലോർഡ്. അഹരോൻ അടുത്തെങ്ങും അല്ല, അഹരോൻ മിസ്രൈമിലാണ്. മിദ്യാനിൽ നിന്ന് മോശ പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് മിസ്രൈമിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ മിസ്രൈം ദേശത്തേക്ക് അവരെത്തിയപ്പോ മോശയെ എതിരെ വരുന്നതായ അഹരോനെ മോശ കാണുവാനായിട്ടിടയായി. അവർ തമ്മിൽ പ്രൈസ് കൂടിച്ചേർന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മോശയ്ക്ക് ദൈവത്തിങ്കലുള്ളതായ സകല ആശ്രയവും മോശയ്ക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു. എങ്കിലും മോശയ്ക്ക് തന്റെ ഉള്ളിൽ ഹല്ലേലൂയ ഒറ്റയ്ക്ക് പോകുവാനുള്ളതായ ഉറപ്പില്ലായ്മയാണ് നമുക്ക് നാലാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. മോശയോട് യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. നീ പുറപ്പെട്ടു പോക, എന്റെ ആദ്യജാതനായ ഇസ്രായേലിനെ ദണ്ഡിപ്പിക്കുന്നതായ ഫറവോന്റെ ആദ്യജാതന്മാരെ ദണ്ഡിപ്പിക്കുന്നത് വരെ എന്റെ ജനത്തെ ഫറവോൻ വിട്ടയക്കുകയില്ല. ഇതാണ് നീ ഉറപ്പാക്കി വെക്കേണ്ടതായ ലക്ഷ്യം. എപ്പോഴാണ് എന്റെ ഫറവോൻ പുറപ്പെടുവിക്കുന്നത് ചോദിച്ചാൽ, എന്റെ ആദ്യജാതനായ ഇസ്രായേലിനെ ഫറവോൻ ദണ്ഡിപ്പിച്ചതുപോലെ ഫറവോന്റെ ആദ്യജാതനെ ദണ്ഡിപ്പിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ വരെ ഇസ്രായേലിൽ നിന്ന് എന്റെ ജനത്തെ അവൻ വിട്ടയക്കാതിരിക്കത്തക്കവണ്ണം അവന്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേ ഇരിക്കുമെന്ന് യഹോവയായ ദൈവം മോശയോട് പറയുന്നതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഏതായാലും മോശയ്ക്ക് ലഭിക്കുന്നതായ വലിയ അധികാരം ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള, അല്ലെങ്കിൽ ദണ്ഡിപ്പിക്കുവാനുള്ള അധികാരം പ്രാപിച്ചുകൊണ്ട് മോശ മിസ്രൈമിലേക്ക് പോകുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചതും അതുപോലെയാണ്. തന്റെ ശിഷ്യന്മാരെ അയച്ചത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ഒന്നും നിങ്ങൾക്ക് കേടുവരുത്തുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നിനു പുറകെ ഒന്നായി ഇസ്രായേലിലെ സകല ദേവന്മാരെയും ദേവശക്തികളെയും മോശ ദണ്ഡിപ്പിച്ചിട്ടും മോശയെയോ അഹരോനെയോ ഇസ്രായേൽ മക്കളെയോ ദണ്ഡിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തുവും നമുക്ക് തരുന്ന അധികാരം അതുപോലെ തന്നെയാണ്. നാം അധികാരത്തിന്റെ കീഴിൽ വിശ്വാസത്തോടെ നിന്നാൽ ഒരു സാത്താന്യ ശക്തിയും നമ്മെ ദണ്ഡിപ്പിക്കുകയില്ല. ജയം നമ്മുടേതാണ് എന്ന് ഉറച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഹല്ലേലൂയ വീണ്ടും ദൈവജനത്തിൽ കൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ കൂടെ തന്റെ ജനത്തിൽ കൂടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവിന്റെ സന്നിധാനത്തിൽ നാം കേട്ടതായ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ചതായ ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, അത് കേൾക്കുവാൻ ഞങ്ങളുടെ ജനത്തെ ദൈവം ഒരുക്കിയല്ലോ. ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഞങ്ങൾ കേൾക്കുമ്പോൾ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതായ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ, കർത്താവ് ഞങ്ങൾ തന്നിരിക്കുന്ന അധികാരം എന്ത് എന്ന് അത് ഞങ്ങൾ ഗ്രഹിക്കുമ്പോൾ, കർത്താവ് അധികാരം വേണ്ടതുപോലെ ഉപയോഗിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ആ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് ഞങ്ങൾ നടത്തുകയും ചെയ്യുമാറാകണമേ. ദൈവം കേട്ടത് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരികാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് നടത്തുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. സ്വർഗീയ പിതാവേ.